ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അരിയിലേക്ക് ശല്യൻ്റെയും പ്രാണിയുടെയൊക്കെ ശല്യം നന്നായി ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ വാങ്ങി വെച്ച് നമ്മൾ ഈ ഒരു കവറിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ടിന്നിലിടാണെങ്കിലൊക്കെ നമുക്ക് അരിയിലൊക്കെ നന്നായിട്ട് ചെള്ള് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അരിയിലെ ചെള്ള് പോകാനുള്ളൊരു ടിപ്പിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതിനായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. നമ്മുടെ വിനാഗിരി നമുക്ക് ഇതിൽ ജസ്റ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഇതുപോലെ വിനാഗിരി എടുത്ത് വെച്ചതിന് ശേഷം അതിൽ തൂവാതെ, അതായത് നമ്മളൊരു പാത്രത്തിലേക്ക് അരി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വിനാഗിരി മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അരിയിലെ പ്രാണികളും ചെള്ളൊക്കെ ഇറങ്ങി ഓടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്, തീർച്ചയായും ട്രൈ ചെയ്യുക. അപ്പോൾ പ്രാണി അധികമായി അതിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നതാണ് നമുക്ക് വെളുത്തുള്ളിയുടെ തോലൊന്ന് വിട്ട് കൊടുത്തതിന് ശേഷം ഉള്ള പ്രാണി നമുക്ക് പുറത്തേക്ക് കളയാൻ സാധിക്കില്ല. ഉള്ള പ്രാണി പുറത്ത് കളയാനുള്ള ഒരു ടിപ്പാണ് ഇതുപോലെ അരിയുടെ സെൻറ്ററിൽ കുറച്ച് വിനാഗിരി ഒരു ബൗളിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് വെയിലൊക്കെ കൊള്ളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പ്രാണി ശല്യം ചെള്ളൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ. അതുപോലെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ പറയുന്നത് നമ്മുടെ ബാത്റൂമിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ വീടൊക്കെ പൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ ബാത്റൂം നന്നായി ഡ്രൈ ആവുകയും അതിൻ്റെ ബലമായിട്ട് ചിലപ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന സമയത്ത് തന്നെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാനും, അതുപോലെ തന്നെ ഈ ദിക്കുകളിലൊക്കെ തീർച്ചയായും ഉറുമ്പൊക്കെ പൊടി കെട്ടിയേക്കാനൊക്കെ സാധ്യതയുണ്ട്. ടൈലിട്ടതാണെങ്കിൽ കൂടി ചിലപ്പോൾ ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ടൈലിട്ട ബാത്റൂം ആണെങ്കിൽ ഇനി കാറിട്ടതായാലും ഏത് തരം ബാത്റൂമിലാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് വീടൊക്കെ കൂട്ടിയിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി മറ്റൊന്നും തന്നെ നമ്മുടെ പൗഡറാണ് കേട്ടോ. നമ്മുടെ പൗഡർ ഇതുപോലെ ഇതിൻ്റെ ഈ എല്ലാ ദിക്കുകളിലും നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോൾ ഡോർ തുറന്നാലും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. മാത്രമല്ല നമുക്ക് ആ ഒരു ഉറുമ്പിൻ്റെ ശല്യം, പ്രാണിയുടെ ശല്യമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ ബാത്റൂമിൽ പൗഡർ ഇടുന്നത് അയ്യേ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ബാത്റൂമിൽ പൗഡർ ഇട്ടത് കൊണ്ട് ഇതുപോലെ ബാഡ് സ്മെല്ല് ഒഴിവാകാനും മാത്രമല്ല നമുക്ക് പ്രാണിയുടെ ശല്യം, ഉറുമ്പിൻ്റെ ശല്യമൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.